സ്നേഹമുള്ള പ്രിയ പ്രേക്ഷകരെ, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, നിങ്ങളുടെ അഭിപ്രായത്തിനാണ് വില. നിരന്തരമായി ഫോണിലൂടെയും മെസ്സേജിലൂടെയും പ്രേക്ഷകർ പറയുന്നു, ഞങ്ങളുടെ നക്ഷത്രത്തെക്കുറിച്ച് പറയണം, ഞങ്ങളുടെ നക്ഷത്രത്തെക്കുറിച്ച് പറയണം. ഉത്രാടങ്കാരൻ പറയും, ഊരാടങ്കാരൻ പറയും, തിരുവോണങ്കാരൻ പറയും, അതുപോലെ ഉത്രട്ടാതിക്കാരൻ പറയും, അശ്വതിക്കാരൻ പറയും. ഇങ്ങനെ പലരും ഞങ്ങളുടെ നക്ഷത്രത്തെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യണം. 27 നക്ഷത്രമുണ്ട്. 27 നക്ഷത്രത്തെക്കുറിച്ച് നമ്മൾ എപ്പിസോഡ് ചെയ്യണമെങ്കിൽ 27 നക്ഷത്രവും ഒന്നിനു പുറകെ ഒന്നായി ചെയ്യണം. ഇത് ഞാൻ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. ഇതെല്ലാം സാധാരണ കേട്ട ചർവണം പോലെ പലരും പറഞ്ഞ് ആകെ വല്ലാത്തൊരവസ്ഥയിലായ കാര്യമാണ് നക്ഷത്രങ്ങളെ കുറിച്ച്. ഇത് നമ്മള് ഈ യൂട്യൂബ് തുടങ്ങിയ കാലത്തും മുതല് നക്ഷത്രങ്ങളെ കുറിച്ച് പറച്ചിലും പറയാതിരിക്കലും ഒക്കെ നടക്കണം. അപ്പൊ ഞാനിത് പറയണമെങ്കിൽ ഒരു പുതിയ മെത്തേഡിൽ കൂടി പറയണം, ആരും പറയാത്ത ഒരു രീതിയിൽ കൂടി പറയണം. അതാണ് ആളുകൾ പറയുന്നത്. സാറ് പറയുമ്പോൾ അതൊരു വ്യത്യസ്ത ശൈലി വരും. ഞാൻ പറഞ്ഞു, അത് നിങ്ങളുടെ മിഥ്യാധാരണയാണ്. കാരണം ഞാൻ എൻ്റെ ശൈലിയിൽ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഗഹനമായ കാര്യങ്ങളാണ് പറയുന്നത്. ആരും കേൾക്കാത്ത പുതിയ പുതിയ സംഭവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ വഴങ്ങുന്നു. ഈ സംഭവം ഞാൻ തുടങ്ങുകയാണ്. അപ്പോ നക്ഷത്രങ്ങൾ 27 കുറിച്ചും പറയാം, എൻ്റെ ഭാഷയിൽ, എൻ്റെ ബുദ്ധിയിൽ ഉദിക്കുന്ന രീതിയിൽ. ഒന്നാമത്തെ നക്ഷത്രം അശ്വതിയാണ്. 27 നക്ഷത്രത്തിൽ ഒന്നാമത്തെ നക്ഷത്രമാണ് അശ്വതി. അശ്വതി ആകാശമണ്ഡലത്തിൽ കുതിരയുടെ മുഖം പോലെയാണ് കാണുന്നത്. അശ്വതി നക്ഷത്രം ഒരു സൗന്ദര്യ നക്ഷത്രമാണ്. അശ്വതിയിൽ പിറന്ന പെണ്ണായാലും ആണായാലും അവര് ആണിലോ പെണ്ണിലോ മൂത്തതായിട്ടാണ് ജനിക്കുക. രണ്ടാമതായിട്ട് ജനിച്ചാലോ മൂന്നാമതായിട്ട് ജനിച്ചാലോ അതിന് വലിയ ഗുണം കാണിക്കില്ല എന്നുള്ളതാണ് ലോകമതം. എൻ്റെ മതമല്ല, ലോകമതം. അപ്പോൾ ഈ അശ്വതി നക്ഷത്രം ഒന്നാമത്തെ നക്ഷത്രമാണ്. അപ്പൊ അശ്വതിയിൽ ജനിക്കുന്നവരും 100-ൽ ഒരു 80% ആളുകളും മൂത്ത പുത്രന്മാരോ പുത്രികളോ ആയിട്ട് ജനിക്കും. അശ്വതി സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. അശ്വതിയിൽ ജനിച്ച ആളുകൾ സുന്ദരന്മാരോ സുന്ദരികളോ ആണ്. അശ്വതിയിൽ ജനിച്ച ഒരുപാട് നടീനടന്മാരെ എനിക്കറിയാം, പേര് പറയില്ല. അതുപോലെ അശ്വതിയിൽ ജനിച്ച ഒരുപാട് ശാസ്ത്രജ്ഞന്മാര്, ഒരുപാട് IT വിദഗ്ധന്മാര്, എഞ്ചിനീയർമാര് എന്നല്ല, ഗവേഷകര്, ഇങ്ങനെ ഒരുപാട് ബുദ്ധിതലത്തിൽ, ബൗദ്ധിക തലത്തിൽ അശ്വതി തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രം. അപ്പൊ ഈ നക്ഷത്രത്തെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അശ്വതി നക്ഷത്രക്കാർ ഓർക്കണം, ഇത് കൃത്യമായി മനസ്സിലാക്കണം. ഈ നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ആണായാലും പെണ്ണായാലും ഇവരുടെ പ്രത്യേക സ്വഭാവ അസൂയാണ്. മറ്റുള്ളവർക്ക് തോന്നത്തക്ക രീതിയിലുള്ള അസൂയ അവർ പ്രകടിപ്പിച്ചോളയും. അവർ അസൂയാലുക്കളാണ്. എല്ലാ അശ്വതി നക്ഷത്രക്കാരെ നോക്കുമ്പോഴും അവർക്കൊരു പൊടി അസൂയ ഉണ്ടാവും. ഇലക്കറികളിൽ താല്പര്യം, അതുപോലെ ഒരു പ്രത്യേക സമീപന രീതി, ആളുകളെ ആകർഷിക്കാനും വികർഷിക്കാനും, ആകർഷണം പോലെ വികർഷിക്കുകയും ചെയ്യൂര്. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകത ഉള്ള ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. ഈ നക്ഷത്രത്തിന്റെ മൃഗം കുതിരയാണ്. ഞാൻ പറഞ്ഞില്ലേ, കുതിരയുടെ രൂപമാണ് ആകാശമണ്ഡലത്തിൽ കാണപ്പെടുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോ കുതിരയാണ് ഇതിന്റെ മൃഗം. ഇത് ദേവനക്ഷത്രമാണ്. ദേവൻ, അസുരൻ, മനുഷ്യൻ, ഇങ്ങനെ 3 തരത്തിലുള്ള നക്ഷത്രങ്ങളുണ്ട്. അപ്പോ അത് ഈ പറഞ്ഞ രീതിയിൽ ദേവനക്ഷത്രമാണ്. ഇതിന്റെ വൃക്ഷം കാഞ്ഞിരമാണ്. കാഞ്ഞിരമാണ് ഇതിന്റെ വൃക്ഷം. പക്ഷിമൃഗാദികളില് പുള്ളാണ് ഇതിന്റെ പക്ഷി. പിന്നെ മൃഗങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു, കുതിരയാണെന്ന് പറഞ്ഞു, വൃക്ഷം പറഞ്ഞു, പക്ഷി പറഞ്ഞു. പിന്നെ ദേവത പറഞ്ഞാൽ അശ്വനി ദേവതകളാണ് ഇതിന്റെ ദേവത. യോനി പുരുഷ യോനിയാണ്. അതുപോലെ ഉള്ള പ്രത്യേകതകൾ ഇതിന് ഉണ്ട്. അപ്പോ ഇതൊക്കെയാണ് ഈ നക്ഷത്രത്തിന്റെ പ്രാഥമികമായി നമുക്ക് പറയാവുന്ന പ്രത്യേകത. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കേതുർ ദശയിലാണ് ജനിക്കുന്നത്.
കേതുർ ദശയിൽ ജനിച്ചു കഴിഞ്ഞാൽ, കേതുർ ദശ 7 കൊല്ലമാണല്ലോ, ചിലപ്പോ ഈ നക്ഷത്രം എത്ര ഭുജിച്ചിട്ടുണ്ടോ അതനുസരിച്ചായിരിക്കും. 60 നാഴികയാണ് ഒരു നക്ഷത്രത്തിന്റെ സമയം. ചിലപ്പോൾ 60, 60.5, 61 വരും. അപ്പൊ അതില് എത്ര കടന്നിട്ടുണ്ടോ ആ തോതനുസരിച്ചായിരിക്കും ലഗ്നം വരുന്നത്. ചിലപ്പോൾ മേടലഗ്നം വരാം, ഇടവലഗ്നം വരാം, മിഥുന ലഗ്നം വരാം, സിംഹലഗ്നം വരാം. 12 ലഗ്നത്തിൽ ഏത് വേണമെങ്കിലും അശ്വതി ജനിക്കാം. അപ്പൊ ഇതിന്റെ നക്ഷത്രനാഥൻ കേതു. ആ കേതു കഴിഞ്ഞാൽ, കേതു നമുക്ക് 7 കൊല്ലം എന്നുള്ളതിനെ പകുതിയാക്കി എടുത്താൽ 3.5 കൊല്ലം എടുത്താൽ പിന്നെ വരുന്നത് ശുക്രദശയാണ് ഇവർക്ക്. ശുക്രദശ നന്നോ ചീത്തയോ എന്നൊക്കെ ഞാൻ അവസാനം പറയും. അപ്പോ ശുക്രദശ കഴിഞ്ഞാൽ പിന്നെ ആദിത്യന് 6 കൊല്ലമാണ്, അത് 3ാമത്തെ ദശയാണ്. 4ാമത്തെ ദശ 10 കൊല്ലം ചന്ദ്രദശയാണ്. 5ാമത്തെ ദശ 7 കൊല്ലം ചൊവ്വാദശയാണ്. 6ാമത്തെ ദശ രാഹുർദശയാണ്. 7ാമത്തെ ദശ വ്യാഴദശ 16 കൊല്ലമാണ്. 8ാമത്തെ ദശ 19 കൊല്ലം ശനിദശയാണ്. ഇതാണ് ഇവരുടെ ദശയുടെ കണക്ക്. അതില് ദീർഘായുർ യോഗമുള്ള ആളുകൾ 7ഓ 8ഓ ദശകൾ കടന്നു പോകും, അല്ലാത്തവർ അതിന് മുമ്പ് കടന്നു പോകും. ഇതാണ് ദശസ്ഥിതി. അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഓരോ ദശകളും, കേതുർദശ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആർക്കും അത് വലിയ ഗുണം ചെയ്യാത്ത കാര്യമാണ്. കുട്ടിക്കാലത്ത് തന്നെ ബാലാരിഷ്ടതകളും ബുദ്ധിമുട്ടുകളും പനി അതുപോലുള്ള പല കാര്യങ്ങളും, ചൂട്, തീപ്പൊള്ളലേൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേതുർദശയിലുണ്ടാവും. ആ 3.5 കൊല്ലം, അല്ലെങ്കിൽ ചിലപ്പോൾ 1 കൊല്ലമായിരിക്കും, ചിലപ്പോൾ 1/2 കൊല്ലമായിരിക്കും, ചിലപ്പോൾ 2 കൊല്ലമായിരിക്കും, ചിലപ്പോൾ 7 കൊല്ലവും കിട്ടും. അങ്ങനെയൊക്കെ വരാം 1ാം പാദമാണെങ്കിൽ. അശ്വതിക്ക് എല്ലാ നക്ഷത്രങ്ങൾക്കും 4 പാദമുണ്ട്. ചില 60 നാഴികയെ 4ആക്കി ഭാഗിച്ചാൽ 15 നാഴിക, 6 മണിക്കൂർ. 1ാം പാദം, 2ാം പാദം, 3ാം പാദം, 4ാം പാദം, ഇങ്ങനെയാണ് 4 പാദങ്ങൾ. ഇതിൽ അശ്വതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അശ്വതിയുടെ 1ാം പാദം ഗണ്ണാന്ത ദോഷമുണ്ട്. എന്താണ് ഗണ്ണാന്തം എന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. ഗണ്ണാന്തത്തിൽ ജനിക്കുന്ന കുട്ടികൾ സാധാരണ 3.25 നാഴികയാണ് ജീവിക്കുക. ദീർഘായുർ യോഗം ഉണ്ടെങ്കിൽ അവർ കടന്നുപോരും. ദീർഘായുർ യോഗം എന്ന് പറഞ്ഞാൽ കേസരി യോഗം, ചരഭയോഗം, അതുപോലെ ഹംസയോഗം, ശശമഹായോഗം, മാളവ്യയോഗം, ഇങ്ങനെയൊക്കെയുള്ള പല യോഗങ്ങളും ദീർഘായുസ് കൊടുക്കുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ കയറിപ്പോരില്ലേ. 3.25 നാഴിക കഴിയുമ്പോൾ ഈ കുട്ടി മരിക്കും. ഈ ഗണ്ണാന്ത ദോഷമുള്ളവര്. ഗണ്ണാന്ത ദോഷമുള്ളവര് ജീവിച്ചാലോ അവര് സാധാരണഗതിയിൽ ജ്യോതിഷക്കാർ പറയുന്ന കുലം മുടിച്ച് എല്ലാത്തിനെയും ചവിട്ടി മെതിച്ച് അവര് രാജപദവിയിൽ കഴിയും. അത് തെറ്റാണ്, അങ്ങനെയൊന്നുമല്ല. അവരുടെ കാര്യത്തിൽ മിടുക്കന്മാരായിരിക്കും. മറ്റുള്ളവരെയൊന്നും അവർ മൈൻഡ് ചെയ്യില്ല. ഇപ്പോ നമ്മുടെ ഗ്രാമീണര് സാധാരണഗതിയിൽ ആടിനെ വളർത്തും. ആട് പ്രസവിക്കും, 2 പെൺകുഞ്ഞും 1 ആൺകുഞ്ഞും ഉണ്ടാവും, 1 മുട്ടൻകുഞ്ഞുണ്ടാവും. ഈ 3 കുഞ്ഞിനെയും കുടിക്കാൻ വിട്ടാൽ 2 പെൺകുഞ്ഞിനെയും മുട്ടൻകുഞ്ഞ് ഇടിച്ചോടിച്ച് അവൻ കുടിച്ച് അവൻ മിടുക്കനാവും, മറ്റേ 2 കുഞ്ഞുങ്ങൾ ചത്തുപോകും. അപ്പൊ നാട്ടുകാരെന്ത് ചെയ്യും, ഗ്രാമീണരെന്ത് ചെയ്യും, ആടിനെ വളർത്തുകാര് അവര് മുട്ടൻകുഞ്ഞിനെ പിടിച്ച് മാറ്റി കെട്ടിയിടും. പെൺകുഞ്ഞുങ്ങൾ കുടിച്ചു കഴിഞ്ഞിട്ടേ അവനെ വിടുള്ളൂ എന്നതാണ് ഇവിടെ നടക്കുന്ന സംഭവം. ഈ ഗണ്ണാന്തദോഷമുള്ള ആളുകള് അവര് മിടുമിടുക്കന്മാരാണ്, ബുദ്ധിമാന്മാരാണ്. അവരുടെ കാര്യത്തിൽ അവര് സെൽഫിഷ് എന്ന വാക്ക് ഉപയോഗിക്കാം. അവര് മറ്റൊന്നും ചിന്തിക്കില്ല, മറ്റു കാര്യങ്ങളോ മറ്റ് ആളുകളുടെ വിഷമങ്ങളൊന്നും അവർക്ക് പ്രശ്നമില്ല. അവര് അവരുടെ വഴി കൂടി മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഗണ്ണാന്തദോഷം. അത് 1ാം പാദത്തിൽ ജനിച്ചാലുണ്ടാവുന്ന ഒരു സംഭവമാണ്. അല്ലാണ്ട് കുലം മുടിക്കുകയോ വീട് മുടിക്കുകയോ അല്ലെങ്കിൽ ഇവര് ജനിച്ചു എന്ന് വെച്ച് കരുതി അയൽവക്കക്കാര് മുള വച്ച് പിടിപ്പിച്ച് അങ്ങടേക്ക് ദൃഷ്ടി വരാതിരിക്കണം. ഇവരുടെ ദൃഷ്ടി വന്നാൽ സംഗതി കുഴപ്പമാണ്, അല്ലെങ്കിൽ ഇവര് വായെടുത്തെന്തെങ്കിലും പറഞ്ഞാൽ ഒത്തിരിക്കും എന്നൊക്കെ വെറുതെ അന്ധവിശ്വാസങ്ങളാണ് ഇതെല്ലാം വെറും അന്ധവിശ്വാസങ്ങളാണ്. അശ്വതി 1ാം പാദം ജനിച്ച ഒരുപാട് ആളുകളെ എനിക്കറിയാം. ഉന്നതമായ അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാര്, അതുപോലെ ഗവേഷകര്, വക്കീലന്മാര്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അവരുടെ കാര്യത്തിൽ മിടുക്കന്മാരായിരിക്കും. അതാണ് 1ാം പാദം, 2ാം പാദം, 3ാം പാദം, 4ാം പാദം. ഇങ്ങനെ 4 പാദമാണ് അശ്വതിക്കുള്ളത്. അശ്വതിക്കല്ല, എല്ലാ നക്ഷത്രങ്ങൾക്കും അത് പതിവാണ്. അപ്പോ ഇതാണ് ഇവരുടെ പ്രത്യേകത. പിന്നെ ഇവര് മറ്റുള്ളവരുമായിട്ട് സഹവസിക്കാനോ മറ്റുള്ളവരുമായിട്ട് ഹൃദയം പങ്കുവയ്ക്കാനോ തയ്യാറാവുന്ന ആളുകളല്ല. അവരായി അവരുടെ കാര്യമായി അങ്ങനെ പോകുന്ന ആളുകളാണ്. കാർത്തിക, ഉണർതം,
ചിത്തിര, അതുപോലെ വൃശ്ചികക്കൂറിൽപ്പെട്ട അനിഴം, അനിഴം അനിഴം കഴിഞ്ഞാൽ തൃക്കേട്ട, വിശാഖത്തിൽ മുക്കാല് മുതലായ നക്ഷത്രക്കാരുമായിട്ട് ഇവർക്ക് കാര്യമായ അടുപ്പമൊന്നും ഉണ്ടാവില്ല. ഇവ അനിഴവും അശ്വതിയും ഒരേ ഗണമാണ്. പക്ഷെ വൈവാഹിക ജീവിതത്തിൽ ഇവർക്ക് വലിയ അലോസരങ്ങൾ ഉണ്ടാവും. അഷ്ടമരാശിക്കൂറിന്റെ നക്ഷത്രം ആയതുകൊണ്ടായിരിക്കാം. ഇത്തരം നക്ഷത്രക്കാരുമായിട്ട് ഇവർക്ക് കാര്യമായ ബന്ധമൊന്നും ഉണ്ടാവില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വഴക്കി കലാശിക്കും. പിന്നെ ഇവരുടെ നാക്ക്, വായിലെ നാക്കും വളരെ മൃദുവായി സംസാരിക്കും. പക്ഷെ പറഞ്ഞ് അവര് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന സ്വഭാവവും അശ്വതിക്കുണ്ട്. അപ്പൊ ഇതൊക്കെ അശ്വതിയുടെ സ്വഭാവങ്ങളാണ്. അശ്വതി നക്ഷത്രത്തിനെ കുറിച്ച് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. സൗന്ദര്യമാണ് ഇതിന്റെ പ്രത്യേകത. മേടത്തി ചന്ദ്രനാണ്. അപ്പോ വട്ടമുഖം, വിടർന്ന കണ്ണുകള്, മൃദുവായ സംസാരമാണെങ്കിലും പറഞ്ഞു വരുമ്പോ അത് വെടിമരുന്ന് കത്തുന്ന രീതിയിലുള്ള രീതി, അതുപോലെ കുശുമ്പ്, അസൂയ, കുസൃതി മുതലായ കാര്യങ്ങളും ഇവർക്കുണ്ട് എന്നുള്ളത് ഓർത്തുകൊണ്ട് തന്നെ നമ്മൾ ആരും പറയാത്ത ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. ഇപ്പൊ അശ്വതി നക്ഷത്രക്കാര് മേടലഗ്നം ജനിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ അവർക്ക് കേതു കഴിഞ്ഞ് ആദിത്യം വന്നു, ചന്ദ്രൻ വന്നു, ശുക്രൻ വന്നു, പിന്നെ രവി വന്നു, അങ്ങനെ പല ദശകൾ വരും. ഈ ദശകൾ വരുമ്പോൾ അതാണ് ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന എപ്പിസോഡിന്റെ ഒരു പ്രത്യേകത. മേടലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. മേടലഗ്നത്തിന് ശുക്രനും ശനിയും ബുധനും പാവനാണ്. ഇത് മുന്നിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ എപ്പിസോഡ്. ഈ സംഭവം മുന്നിൽ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ശുക്രൻ പാവനാവുന്നു, 2ാം ഭാവാധിപത്യം, ശനി എന്തുകൊണ്ട് പാപനാവുന്നു, 11ാം ഭാവാധിപത്യം, അതുപോലെ ബുധൻ എന്തുകൊണ്ട് പാപനാവുന്നു എന്നൊക്കെ നമ്മൾ വിശദമായ ഒരു അധ്യായം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാനിവിടെ കൂടുതൽ എടുക്കുന്നു. പക്ഷെ ഈ പുതുമയുള്ള ഈ സംഭവം പറയുമ്പോൾ ഇതൊന്ന് സ്പർശിക്കാറ് നിവൃത്തിയില്ല. എല്ലാവരും പറഞ്ഞു പോവും, പല സംഭവങ്ങൾ പറഞ്ഞു പോവും, അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറയും. മേടം ലഗ്നം, മേടലഗ്നം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രാശി മേടമാണ്. അവിടെ ലാന്ന് എഴുതി വെച്ചിരുന്നതാണ് മേടലഗ്നം. മേടലഗ്നം ജനിച്ചാൽ അവരുടെ ശുക്രദശ 2ഉം 7ഉം ഭാവാധിപത്യമുള്ള ശുക്രദശ അവർക്ക് ഗുണം തരില്ല. കാരണം കേന്ദ്രാധിപത്യ ദോഷവും മാരകത്വവും അവിടെ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവൻ ഗുണം തരുന്നില്ല. അതുപോലെ ശനി ഗുണം തരുന്നില്ല. ശനിദശ അവർക്ക് നന്നാവില്ല. ബുധദശ അവർക്ക് നന്നാവില്ല. ഇത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം. അശ്വതി നക്ഷത്രം ജനിച്ചു, എനിക്കിപ്പോ ശുക്രദശയാണ്, എനിക്ക് തുള്ളി നടക്കാം, എനിക്കിപ്പോ ബുധദശയാണ്, എന്തും കാണിക്കാം എന്ന് വിചാരിച്ചാൽ ആ 3 ദശകൾ ഇവർക്ക് ഗുണം തരുന്നില്ല. കാരണം അന്വേഷിച്ച് ഇവര് നടക്കും. എനിക്ക് ആ ദശയാണ്, ഈ ദശയാണ്, എനിക്ക് അതിൽ ഗുണം കിട്ടുന്നില്ല. കാരണം ഈ പാപത്വം അവിടെ നിൽക്കുന്നുണ്ട് ആ ലഗ്നത്തിന്. അപ്പൊ മനസ്സിലായില്ലേ? മേടലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം അശ്വതി നക്ഷത്രം മേടലഗ്നം ജനിച്ചാൽ അവർക്ക് ഈ പറയുന്ന ദശാനാഥന്മാര് ഗുണം കൊടുക്കുന്നില്ല. മാത്രമല്ല ദോഷവും കൊടുക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നതിന്റെ ഒരു പുതിയ സബ്ജക്റ്റ്. ഇനി ഇടവലഗ്നത്തിനെ എടുക്കാം. ഇടവലഗ്നത്തിനെ എടുത്താൽ അവർക്ക് വ്യാഴവും ചന്ദ്രനും പാപനാണ്. വ്യാഴദശയും ചന്ദ്രദശയും അശ്വതിക്ക് ഗുണം തരില്ല. ഇടവലഗ്നം ജനിച്ചോർക്കട്ടോ, പ്രത്യേകം ഓർക്കണം. ഓരോ ലഗ്നത്തെ കുറിച്ചാണ്, ആരും പറയാത്തൊരു സംഭവമാണ് ഈ പറയുന്നത്. ഇടവലഗ്നം അശ്വതി ജനിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യാഴവും ചന്ദ്രനും അവർക്ക് ഗുണം തരുന്നില്ല. കാരണം അതിന് വരുന്ന പാപത്വം. അത് നേരത്തെയുള്ള എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന്. അതുകൊണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മേടലഗ്നം പറഞ്ഞ കൂടുതൽ വ്യാഖ്യാനിച്ച് സമയം ദൈർഘിപ്പിക്കുന്നില്ല. മിഥുന ലഗ്നം അശ്വതി ജനിച്ചാലോ കുജനും രവിയും ഗുരുവും പാപനാണോ? മിഥുന ലഗ്നത്തിന് ഗുണം തരില്ല. ആ ദശകളിലെല്ലാം അവർക്ക് അനർത്ഥങ്ങളും ദുരിതങ്ങളും മറ്റു പല കഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കർക്കടക ലഗ്നമായാലോ, കർക്കടക ലഗ്നത്തിൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചാൽ ശുക്രൻ ഒരു കാരണവശാലും അവർക്ക് ഗുണം തരില്ല. ആ ശുക്രൻ വേണ്ടത്ര ഗുണം തരില്ല. മാത്രമല്ല ഡയബറ്റീസ്, മൂത്രാശയ സംബന്ധമായ രോഗങ്ങളും മറ്റു പല കാര്യങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്നു. ചിങ്ങലഗ്നവും അശ്വതി നക്ഷത്രവും കൂടി ആയാൽ ബുധനും ശുക്രനും ചിങ്ങലഗ്നത്തിന് പാവനാണ്. അപ്പൊ അവിടെയും ആ ദശ, അശ്വതിയുടെ ആ ദശ അവർക്ക് ഗുണം തരാതെ പോകുന്നു. കന്നി ലഗ്നമായാലോ
കുജനും ഗുരുവും ചന്ദ്രനും കന്നിലഗ്നവും അശ്വതി നക്ഷത്രവും കൂടി ജനിച്ചാൽ, അത് പ്രത്യേകം ഓർക്കണം, കന്നിലഗ്നമായാലല്ല, കന്നിലഗ്നവും അശ്വതി നക്ഷത്രവും ആയിക്കഴിഞ്ഞാൽ കുജനും ഗുരുവും ചന്ദ്രനും അവർക്ക് ഗുണം തരുന്നില്ല. തുലാം ലഗ്നം വരുമ്പോൾ ഗുരുവും രവിയോടെ നീചനാണ്, കുജനും അവർക്ക് ആ ദശയിൽ ഗുണം തരുന്നില്ല. അശ്വതി നക്ഷത്രവും തുലാം ലഗ്നവും വരുമ്പോൾ ആ ദശകൾ അവർക്ക് ഗുണം തരുന്നില്ല. വൃശ്ചിക ലഗ്നവും അശ്വതി നക്ഷത്രവുമായാൽ ബുധനും കുജനും ശുക്രനും അവർക്ക് കാര്യമായ ഗുണം തരുന്നില്ല. ആ ദശാകാലം അവർക്ക് അനർത്ഥങ്ങളും അതുപോലെ നിലച്ചിരിക്കാത്ത പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. അനുലഗ്നവും അശ്വതി ലഗ്നവുമായാലോ ശുക്രനും ശനിയും അവർക്ക് വേണ്ടത്ര ശോഭിക്കാതെ ഇങ്ങനെ സോസോ മട്ടില് ആവറേജ് മട്ടില് പോയിക്കൊണ്ടിരിക്കുന്നു. മകരലഗ്നവും അശ്വതി നക്ഷത്രവുമായിട്ട് ജനിച്ചാൽ ഗുരുവും കുജനും ചന്ദ്രനും ആ ലഗ്നത്തിന് പാവനാണ്. അവരുടെ ദശാകാലം ഇവനെ അലട്ടും, ഇവന് കാര്യമായ ഗുണങ്ങളൊന്നും തരാതെ വരും, ഇതെന്താണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും. അപ്പോ അതാണ് മകരം. കുംഭലഗ്നത്തിനായാൽ ഗുരുവും ചന്ദ്രനും പാപനല്ലേ, അപ്പോ അവര് ഈ നക്ഷത്രത്തിന് വേണ്ട ഗുണം തരാതെ പോകുന്നു. മീനലഗ്നത്തിന് ശനിയും ശുക്രനും രവിയും ബുധനും വേണ്ടത്ര ഗുണം തരാതെ ഈ നക്ഷത്രക്കാരെ വിഷമിപ്പിക്കുന്നു. അപ്പൊ ദോഷമുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ദോഷം ഏതൊക്കെ ലഗ്നത്തിൽ അശ്വതി ജനിക്കുന്നുവോ അവരുടെ ദോഷകാലമാണ് പറഞ്ഞത്. ബാക്കിയുള്ളവർക്കൊക്കെ ഗുണം കിട്ടും. ഇപ്പൊ മേടലഗ്നത്തിന് ശുക്രനും ശനിയും ബുധനും മാത്രമല്ലല്ലോ, കേതു കഴിഞ്ഞ് ശുക്രൻ കഴിഞ്ഞ് ആദിത്യൻ കഴിഞ്ഞ് ചന്ദ്രൻ കഴിഞ്ഞ് ചൊവ്വ കഴിഞ്ഞ് രാഹു കഴിഞ്ഞ് വ്യാഴം, ഇങ്ങനെയൊക്കെയുള്ള പല ദശകളും വരുന്നുണ്ട്. അതില് സമ്മിശ്രമായിട്ട് ചില ദശകൾ ദോഷവും സമ്മിശ്രമായിട്ട് ചില ദശകൾ ഗുണവും തരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇതാണ് അശ്വതി നക്ഷത്രത്തെ കുറിച്ച് എനിക്ക് പുതിയതായി നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ അശ്വതി നക്ഷത്രത്തെ കുറിച്ച് കേട്ട കാര്യങ്ങൾ, സൗന്ദര്യം, കല, മറ്റു കാര്യങ്ങൾ ഒക്കെ പറയാം. അതുപോലെ ആ നക്ഷത്രത്തിന്റെ അസൂയ, കുസൃതി, കുശുമ്പ്, മറ്റു കാര്യങ്ങൾ, അവരുടെ ഗവേഷണ സ്വഭാവം, അവരുടെ പ്രത്യേക തരത്തിലുള്ള മേലോട്ടുള്ള പിടിച്ചുകയറ്റം, അതേ സ്ഥാനത്ത് തന്നെ അവർ കീഴ്പോട്ട് ഇറങ്ങുന്ന സ്വഭാവം, വെറുതെ അനാവശ്യമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാക്കല്, ഡിപ്രഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പണ്ടും കേട്ടും കഴിഞ്ഞിട്ടുണ്ട്. അനേകായിരം ആളുകൾ ഇത് പറഞ്ഞതാണ്. പക്ഷേ ഈ പറഞ്ഞ സംഭവം, ഈ നക്ഷത്രം ഏത് ലഗ്നത്തിൽ ജനിക്കുന്നുവോ ആ ലഗ്നത്തിന് മോശമായി വരുന്നതായ ദശകൾ ഏതാണെന്നാണ് പറഞ്ഞു തന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഓരോ നക്ഷത്രത്തിനെയും ഇതുപോലെ എക്സ്റേ റിപ്പോർട്ട് തരുന്നതാണ്. അത് കീറിപ്പൊളിച്ച് സ്കാൻ ചെയ്ത് ഓരോ നക്ഷത്രത്തിനും വരുന്ന അപജയങ്ങൾ മാത്രം, ഗുണങ്ങൾ മറ്റ് ദശകൾ അവർക്ക് ഗുണമായിരിക്കും തരുന്നത്. അതേ സ്ഥാനത്ത് ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ഉൾക്കൊള്ളണം. ഇതിനകത്ത് വേറൊരു അപവാദമുണ്ട്. ഇപ്പോ മേടലഗ്നത്തിന് ശുക്രനും ശനിയും ബുധനും ആ ദശ മോശമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് ലഗ്നാധിപനാണെന്ന് കൂട്ടാ വകുപ്പുമാർ. ലഗ്നാധിപൻ ഏത് രീതിയിൽ എവിടെ നിന്നാലും ഗുണമല്ലാതെ ദോഷം വരുന്നില്ല. അതുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് രഹസ്യങ്ങൾ, കേൾക്കാനും നിങ്ങൾ കേൾക്കാത്തതുമായ രഹസ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട്, എങ്ങനെ, പൂർവജന്മ ദുരിതം, അല്ലെങ്കിൽ ശത്രുദോഷം, സർപ്പദോഷം എന്നൊക്കെ ഇവരിങ്ങനെ പല വാക്കുകളും പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ല, ഇത് സയന്റിഫിക് ആണ്. കാരണം നക്ഷത്രം എന്ന് പറയുന്ന ഒരു സംഗതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാജകുടുംബങ്ങളിൽ കേട്ടിട്ടില്ലേ നിങ്ങൾ? ചിത്തിര തിരുനാൾ നക്ഷത്രം, പൂരാടം തിരുനാൾ നക്ഷത്രം, അതുപോലെ അശ്വതി തിരുനാൾ നക്ഷത്രം, അവര് നക്ഷത്രത്തിനെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സ്വാതി തിരുനാൾ, ചോതി നക്ഷത്രം, സ്വാതി തിരുനാൾ മഹാരാജാവ്, ആ നക്ഷത്രത്തിനാണ് പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഈ നക്ഷത്രത്തിന്റെ പ്രാധാന്യം വളരെ കൂലങ്കഷമായിട്ട്, വളരെ സുചിന്തിതമായിട്ട് ചിന്തിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തുടങ്ങുകയാണ്. പ്രേക്ഷകരും ഈശ്വരനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇതിന്റെ പ്രതികരണത്തെ തുടർന്നായിരിക്കും
വരും എപ്പിസോഡുകൾ വരുന്നത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വലിയ വലിയ സബ്ജക്റ്റുകൾ സാധാരണ അവതരിപ്പിക്കുന്ന രീതിയിൽ എല്ലാ ഞായറും ബുധനും കണ്ടുമുട്ടാം. വീണ്ടും നമസ്കാരം, നന്ദി.